14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജ്. അടുത്തതായി ജഡ്ജസ് ചോയ്സിൽ നമുക്ക് മുന്നിലെത്തുന്നു ബാദുഷാ. ബാദുഷക്കുട്ടി, നമ്മള് 14ാം റൗണ്ടിന്റെ സെമി ഫൈനൽ സ്റ്റേജില് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് നിൽക്കുന്നത് അല്ലേ? ശരിക്കും നമ്മുടെ 14ാം റൗണ്ടിന്റെ ഓരോ നിമിഷങ്ങളെയും ഒരുപാട് സ്നേഹാർദ്രമാക്കി തീർത്തവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. ആ ജഡ്ജസ് ഇനി ബാദുഷാ എന്ന ഗായകനിൽ നിന്നും എങ്ങനത്തെ സോങ് ആണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ? ചോദിച്ചു നോക്കാം നമുക്ക്. ബാദു ഇവിടെ എല്ലാ ടൈപ്പും സോങ്സ് ഒരുപാട് പാടി. ട്രഡീഷണൽ ആയാലും ഞെട്ടിച്ചു, ഭയങ്കരമായിട്ട് സംഗതികളൊക്കെ പാടി. എന്നാ മെലഡി നമ്മളൊരു സംഗതി ഇല്ലാണ്ട് സംഗതി കയ്യിൽ കൂടെയൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതില്ലാണ്ട് പാടിച്ചു, പ്ലെയിനായിട്ട് പാടിച്ചു, എല്ലാം നമുക്ക് പാടിത്തന്നു. ഇനിയിപ്പത് ജഡ്ജസ് ചോയ്സ് ആണ്. ബാദുയുടെ ഈ ശബ്ദത്തിൽ എന്റെ ഒരു പാട്ട്, ചേച്ചി പാടിയൊരു പാട്ട്. അതെ അതെ, എന്റെ ഒരു പാട്ട്, ഞാൻ പാടിയൊരു പാട്ട്. ചേച്ചി പാടിയൊരു സോങ് പാടി തരണം എന്നാണ് പറഞ്ഞത് അല്ലേ? ഏത് പാട്ടാ പാടുന്നത്? രംഗത്ത് പാടിയ ഈ പ്രപഞ്ച സൃഷ്ടാവ് നീ എൻ്റെ ഒരു മെലഡി സോങ്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ പാടുക, ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇലാഹി
ഈച്ചകളെല്ലാം അറിയുന്നോനേ ഈച്ചകളെല്ലാം അറിയുന്നോനേ ഇസ്സത്ത് നൽക് യാ സുബ്ഹാനേ ഇൽമിൻ മധുരം പകരു ഇലാഹി ഇൽമിൻ മധുരം പകരു ഇലാഹി ഈമാനേ ഗിടണേ റഹീമേ ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ ഇഹവും പരവും ജയമേകല്ലാ ഇഹവും പരവും ജയമേകല്ലാ ഈ മനമിൽഹം തീർക്ക് നാദാ ഈ പ്രപഞ്ച സൃഷ്ടാവ് നീയേ ഇരവും പകലുകൾ പടച്ചവൻ നീയേ ബാദുഷക്കുട്ടി, നമ്മുടെ ജഡ്ജസ് ചോയ്സ് റൗണ്ടില് അവരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, രേണു ചേച്ചി പാടി ഒരു സോങ് പാടണമെന്നായിരുന്നു. രേണു ചേച്ചി ഇംപ്രസ് ചെയ്യാൻ പറ്റിയോ പാടിയിട്ട്? ചോദിക്കാം. ചോദിച്ചു നോക്കാം അല്ലെ. രേണുത്താ, ബാദു നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. എനിക്ക് തോന്നുന്നു അനുപല്ലവിലൊക്കെ ചില സ്ഥലത്ത് നല്ലൊരു ഫീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തന്നാലെ ഉള്ളിന്ന് നമ്മൾ ഇങ്ങനെ പറയില്ലേ പഠിച്ചവനോട്, അങ്ങനെ പറയുന്ന ഒരു ഫീല് തന്നാൽ അത് എനിക്ക് തോന്നുന്നു ഉള്ളിന്ന് വന്ന തന്നെയായിരിക്കും. അതൊക്കെ എനിക്ക് ഇഷ്ടമായി. പിന്നെ പൊടിക്ക് ചില സ്ഥലത്തൊക്കെ ബാദുയുടെ കുറെ സംഗതികൾ വന്നു അല്ലേ, ചേർന്ന് ചെയ്തിട്ടില്ലേ ഇതില്. അതെ, ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ എന്നാലും എനിക്ക് ഒരു ഗാനം മോന്റെ ഈ ഒരു ഏജ് അത് ടഫാണ് സോങ്ങും. പക്ഷെ അത് അനീഫല്ലേ അല്ലേ മ്യൂസിക്. അതെ, എനിക്ക് ചില ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മോനത് ഇഷ്ടമായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനി എടുത്ത് ഞാൻ പാടിപ്പിക്കുന്നില്ല. എന്തായാലും നന്നായിട്ട് തന്നെ പാടി. ശരി, താങ്ക് യു. താങ്ക് യു രേണുത്ത. ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് ചോദിച്ചു നോക്കാം. എന്തായാലും രേണുത്തക്ക് ഇഷ്ടായി അല്ലേ? ഓക്കെ. ഇനി ഫൈസൽ സർ, പിന്നെ ബാദുഷ പൊതുവെ തിരഞ്ഞെടുക്കുന്ന ഒരു പാട്ടിന്റെ സ്റ്റൈലല്ല ഈ പാട്ട്. രഹനയുടെ വേറെയും പാട്ടുകളൊക്കെ ഉണ്ട്, പക്ഷെ ബാദുഷ സാധാരണ ഒരു ശൈലിയല്ല. ബാദുഷ ഇവിടെ ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു അല്പം ഫാസ്റ്റ് സോങ് ആണെങ്കിൽ ഇവിടെ ഒരു സംഭവമാക്കും. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തമായ ഒരു സ്റ്റൈൽ പാട്ടാണ്. അതുകൊണ്ട് തന്നെ ബാദുഷാക്ക് ഇങ്ങനെയും പാടാൻ കഴിവുണ്ടെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയും. ആ നിലയ്ക്ക് നല്ലൊരു റിസ്ക്കാണ് മോനെ ചെയ്തത്. ഇത് വളരെ ടഫായ പാട്ടാണ്. OM കരുവാരെ കൊണ്ട് എഴുതിയതാണ് ഇത്. പിന്നെ നമ്മുടെ ഒരു ജവഹർ എന്ന ഒരു ആൽബത്തിന് വേണ്ടി മുമ്പ് ചെയ്തതാണ്. രഹന വളരെ മനോഹരമായി പാടിവെച്ച ഒരു പാട്ട്. അത് തന്നെ ഒരു റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോനത് അതേപോലെ പാടാൻ കഴിയാന്ന് പറഞ്ഞത്. അത് അങ്ങനെ പാടിവെച്ച ആളുകളുടെ അങ്ങനെ നമ്മുടെയൊക്കെ അവരൊക്കെ ചെയ്ത പാട്ട്, കണ്ണൂർ ഷെരീഫ്, രഹന പോലുള്ള ആളുകൾ ചെയ്തൊരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ ബാദുഷയെ പോലെയുള്ള പ്രായത്തിലൊരാൾക്ക് റിസ്ക് തന്നെയാണ്. ഏതായാലും മോനത് നല്ല ഫീലായിരുന്നു പാടിയപ്പോൾ. ശരിക്കും അത് ഇതിന്റെ ഒരു വ്യത്യസ്തമായ സംഗീതം ഈ പാട്ടിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജഡ്ജസ് ചോയ്സിൽ നല്ലൊരു തെരഞ്ഞെടുപ്പാണ്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. ഷാൻ സർ. ബാദു, സുഖല്ലടാ? സുഖം. പെട്ടെന്ന് ഞാൻ പാടിയൊരു പാട്ട് പാടുന്ന രേണത്ത പറഞ്ഞപ്പോ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? എന്തായാലും ഈ ഒരു ടഫ് സോങ് ബാദു എന്തായാലും നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പാടി. എനിക്കങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാനൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദുവിന്റെ ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇടയ്ക്ക് എന്തോ രേണത്ത പറഞ്ഞ പോലെ എനിക്ക് എന്തോ ഒരു പ്രശ്നം ഇങ്ങനെ എവിടെയൊക്കെയോ ഒന്ന് തോന്നിയ പോലെ. നന്നായിട്ട് പാടിയാട്ടെ എന്നാലും. ഓക്കെ, താങ്ക് യു ഷാൻ സർ. അപ്പോ
കുഴപ്പമില്ലാത്ത കമന്റ്സ് ഒക്കെ കേട്ടത് അല്ലേ? അതെ. ഇനി നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ആരായിരിക്കും ഹിഡൻ മാർക്ക്? രേണത്തോട് തന്നെ ചോദിച്ചു നോക്കാം അല്ലേ ആദ്യം? ഓക്കെ, ഞാൻ ഒളിച്ചു വെക്കുന്നില്ല. മാർക്ക് കൊടുക്കും. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി. മോന്റെ ആ വിരുത്തം എൻഡ് ചെയ്യണത് അത് ബാദുവിന് തന്നെ അവിടെ ഇരുന്ന് പാടിയപ്പോ മനസ്സിലായിണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് അല്ലേ, എന്തോ ഇനി വോയിസ് എന്തോ ഡ്രൈ എന്തെങ്കിലും ആയോ, പെട്ടെന്ന് അങ്ങോട്ട് നിർത്തിയ മാതിരി തോന്നി. കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ അല്ല, അതൊക്കെ ഈ ഒരു പ്രായത്തിൽ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു സിംഗറാണെന്നൊക്കെ നമ്മൾ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഒരു ചെറിയ ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും അത് ഈ ഒരു പ്രായത്തിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ബാദു ശ്രദ്ധിക്കാറുണ്ട്. ഇതെന്തോ ഇനിയിപ്പോ പെട്ടെന്ന് അങ്ങ് നിർത്തിപ്പോയതാ എന്താന്ന് അറിയില്ല, അങ്ങനെ ഒരു സാധനം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ അങ്ങനത്തെ ഇത് ഞാൻ നേരത്തെ വിട്ടുപോയതാ, അതാ ഒന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ മോനെ ചില സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കാനൊക്കെ, അതായത് വലിയ സിംഗേഴ്സ് ചെയ്യുന്ന പോലത്തെ കുറെ കാര്യങ്ങള് മോനത് ഇപ്പൊ തന്നെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ, സോഫ്റ്റ് ആക്കേണ്ടത് അങ്ങനെ വോയിസിൽ തന്നെ അതിങ്ങനെ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ക്വാളിറ്റീസ് മോന്റെ അതിലുണ്ട്. പിന്നെ ഒരുപാട് സമയം കിടക്കാണ് മുന്നില്. അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വലിയൊരാളെ മൊത്തം മോന്റെ സ്റ്റൈൽ തന്നെ. ഞാൻ മാഷടുത്ത് ഇടയ്ക്കൊക്കെ പറയും, സംസാരിക്കാനെങ്കിലും വലിയൊരാളൊക്കെ പറയുന്ന പോലെയും ഡ്രസ്സിന്റെ സ്റ്റൈലും ഒക്കെ മോൻ പൊതുവെ ചെറുതായാലും പറഞ്ഞിട്ട് കാര്യമില്ല, വലിയൊരാളുടെ ഇതാണ്. അപ്പൊ എന്തായാലും മാർക്സ് തരട്ടെ, 28.5. താങ്ക് യു. ഓക്കെ, ഔട്ട് ഓഫ് 30 28.5. താങ്ക് യു. ഷാൻ സാറിന്റെ ഇരിപ്പ് കണ്ടിട്ട് ഹിഡൻ മാർക്കാണെന്ന് അല്ലല്ലേ? അപ്പം എന്റെ മാർക്ക് എന്തായാലും ഹിഡനാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഫൈസൽ സാറിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഫൈസൽ സാർ 28. താങ്ക് യു. ഔട്ട് ഓഫ് 30 28 മാർക്സ്. ഇനി ഔട്ട് ഓഫ് 10 എത്ര മാർക്ക്? അത് ഷാൻ സാറിനോട് ചോദിച്ചു നോക്കാം. 9 out of 10. ഔട്ട് ഓഫ് 10 9 മാർക്സ് ആണ് നൽകിയിരിക്കുന്നത്. സോ ഈ ജഡ്ജസ് ചോയ്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഔട്ട് ഓഫ് 70 65.5. നല്ല മാർക്ക് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഷാൻസറിന്റെ മാർക്കും കൂടി കിട്ടാനുണ്ട് അല്ലേ? അപ്പൊ ഇനി ഒരു റൗണ്ടും കൂടി ബാക്കിയുണ്ട് അല്ലേ? നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, മിടുക്കൻകുട്ടനായിട്ട് വരിക. ഓക്കെ, താങ്ക് യു.